കാശ്മീരിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മുടെ രാവിലെ നേരത്തെ ഇറങ്ങി 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് ടൗണിൽ വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര തുടരുകയാണ്. അപ്പോൾ കാശ്മീരിലെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര നേരെ പോകുന്നത് സോൻമാർഗിലേക്കാണ്. ഞങ്ങൾ കാശ്മീരിൽ നിന്നും ഏകദേശം 80 കിലോമീറ്ററോളമുണ്ട് അവിടത്തേക്കുള്ള ദൂരം വരുന്നത്. ഏകദേശം 2 മണിക്കൂറിനടുത്ത് എടുക്കുമെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അങ്ങനെ അല്പം ദൂരെ മലനിരകളുടെ കാഴ്ചയൊക്കെ കണ്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളുമായി ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്തതാണ്. ഇവിടെ മനോഹരമായ സിന്ധ് നദിയുടെ കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. ശ്രീനഗറിലെ ഹൈവേയിലെ കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. ഇവിടെ നേരെ കാർഗിൽ ലേ റൂട്ടാണിത് നേരെ വരുന്നത്. ഈ റോഡിന് ഇരുവശത്തും നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ഒക്കെ വളരെ കുറവായിരിക്കും. കൂടുതലും മലനിരകളും അതുപോലെ കാടുകളുമൊക്കെയുള്ള പ്രദേശങ്ങളാണ് അധികമായിട്ടുള്ളത്. അതുപോലെ കുറച്ചപ്പുറം പോയാൽ അതിർത്തി പ്രദേശങ്ങളും അതുപോലെ പാക് അധീന കാശ്മീരിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് വരുന്നത്. പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ പട്ടണങ്ങളും ഒരുപാട് കാണുന്നുണ്ട്. അതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകൾ വണ്ടിയും ഒക്കെ ഈ റൂട്ടിൽ കാണാം. പ്രധാനമായും ഈ വഴിയിൽ കാണാൻ പറ്റുന്നത് നമ്മളിപ്പോഴുള്ള സഞ്ചാരികൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഞങ്ങളിപ്പോൾ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പോഴും നല്ല ചൂടാണ്. അത്യാവശ്യം നല്ല വെയിലിന് നല്ലൊരു ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ശ്രീനഗർ ടു സോൻമാർഗ് കാർഗിൽ ലേ റൂട്ടാണിത്. ഇതുവഴി ഞങ്ങളുടെ യാത്ര സോൻമാർഗ് വരെയാണ്. അതിനപ്പുറത്തേക്കും ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളും ഒക്കെയുള്ള വഴി തന്നെയാണിത്. ശ്രീനഗറിലെത്തിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണിത്. ഇതുവരെയായിട്ട് ഞങ്ങൾ മഞ്ഞുമല ദൂരെ നിന്നല്ലാതെ അടുത്ത് നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ വന്ന മാസവും മെയ് മാസത്തിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ മഞ്ഞുമലകൾ പലതും ഉരുകി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് മുകളിലോട്ടൊക്കെ പോയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, കാര്യമായി അടുത്തൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ പോകുന്ന വഴി അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. അങ്ങനെ കാര്യമായ കുണ്ടും കുഴികളൊന്നുമില്ല. പോകുന്ന വഴിക്ക് ഒരുപാട് മിലിറ്ററി വെഹിക്കിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് പെട്രോളിംഗ് നടത്തുന്ന മിലിറ്ററി വാഹനങ്ങളാണ്. അതുപോലെ ഒരുപാട് മിലിറ്ററി ട്രക്കുകളും അതുപോലെ ഒരു മിലിറ്ററി ആംബുലൻസും അങ്ങനെ ഒരുപാട് മിലിറ്ററി വാഹനങ്ങൾ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ സോൻമാർഗിലെ ഇന്നത്തെ ആക്ടിവിറ്റി വരുന്നത് തജ്വാസ് ഗ്ലാഷ്യർ എന്നൊരു സ്ഥലത്തേക്കുള്ള ഒരു ട്രക്കിംഗ് ആണ്. ഏകദേശം 4-5 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്നിൽ ഹോഴ്സ് റൈഡിങ് അല്ലെങ്കിൽ നടക്കുക, രണ്ടാണ് ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെയൊക്കെ ഹോഴ്സ് റൈഡിങ് ചെയ്തുകൊണ്ട് ഇന്ന് നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. മാത്രമല്ല ഹോഴ്സ് റൈഡിങ്ങിന് തോന്നിയ വിലയൊക്കെയാണ് അവർ പറയുക. അപ്പോൾ നടന്നു കയറാൻ മാത്രമേ ഉള്ളൂന്നാണ് അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ടീം. ഇവിടെ ഇപ്പോൾ പോകുന്ന വഴിക്ക് ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട്. എന്താണ് അവസ്ഥ എന്നറിയില്ല. എന്തായാലും ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് ചെറുതായിട്ടൊരു ഐസിൻ്റെ ഒരു ഭാഗം ഇവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത്ര ഭംഗിയായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. കുറേ മണ്ണൊക്കെ ആയി ആകെ ഒരു കളറൊക്കെ മാറിയിട്ടാണുള്ളത്. ഏകദേശം ഉരുകി തീർന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ. കുറേ ആഗ്രഹിച്ചൊരു മഞ്ഞിൻ്റെ കഷ്ണം കണ്ടതാണ്, പക്ഷേ അതാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. എന്തായാലും അവിടെ എത്തിയാൽ അവിടെ സെജോസ് ഗ്ലാഷ്യറിൽ 4-5 കിലോമീറ്റർ നടന്നാൽ മഞ്ഞ് കാണാൻ പറ്റുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ചെറിയൊരു ആശ്വാസമുണ്ട്. അതുപോലെ പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളുമാണ്. തീരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഭംഗിയാണ് നമുക്ക് ഈ വഴിയിലൊക്കെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ സോൻമാർഗിൻ്റെ എൻട്രി ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ പുതിയൊരു പാലമാണെന്ന് തോന്നുന്നു. ഒരുപാട് റോഡ് വർക്കുകളൊക്കെ ഈ ഭാഗത്ത് അതുപോലെ കാശ്മീരിൽ അധിക ഏരിയയിൽ നടക്കുന്നുണ്ട്. റോഡ് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായും അതുപോലെ റോഡ് ടാറിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പല പണികളും നടക്കുന്നുണ്ട്. ഒരുപാട് ടനൽ വർക്കും നടക്കുന്നുണ്ട് അതുപോലെ.
അങ്ങനെ ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിക്കപ്പെടുന്ന കാശ്മീരിൻ്റെ മറ്റൊരു ഭംഗിയുള്ള സ്ഥലമായ സോൻമാർഗിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ വലിയൊരു മെഡോസ് ഏരിയയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായും വളരെ ഭംഗിയുള്ളൊരു ഏരിയ തന്നെയാണിത്. ഈ ഫോണിൽ കാണുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു ഭംഗിയുണ്ടെങ്കിൽ അത് നേരിട്ട് കാണുമ്പോൾ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. സോൻമാർഗ് എന്ന് പറയുന്ന ഒരു ടൗണാണ് നമുക്ക് ദൂരെ കാണുന്നത്. അവിടെ കുറച്ച് സ്ഥലം സ്റ്റേയും അതുപോലെ ഹോട്ടൽസൊക്കെ നമുക്ക് ദൂരെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ഇവിടെയൊക്കെ മഞ്ഞിൽ പുതഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗമായിരിക്കും. ഞങ്ങളിപ്പോൾ വന്നത് മെയ് മാസത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ പച്ച പുതച്ച് നമുക്ക് കാണാൻ പറ്റുന്നത്. ദൂരെയായി മലമുകളിലെ പൈൻ മരങ്ങളും അതുപോലെ താഴ്വാരത്തായി ആട്ടിൻ പറ്റങ്ങളുമായി മേച്ച് നടക്കുന്ന ആട്ടിടന്മാരുടെ കാഴ്ചയും അതുപോലെ അങ്ങ് ദൂരെ മഞ്ഞുമലയൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. തീർച്ചയായും ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഞങ്ങളിവിടെ സോൻമാർഗിൽ വന്നത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ജുമാക്ക് പള്ളിയിലേക്ക് പോയി. ഇവിടെ സോൻമാർഗ് ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയിട്ടാണ് പള്ളിയുള്ളത്. അവിടത്തേക്കൊരു ലിഫ്റ്റ് വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരെ ഇങ്ങോട്ട് വന്നു. അങ്ങനെ പള്ളി കഴിഞ്ഞു. അവിടുന്ന് പള്ളി കഴിഞ്ഞ് ഇറങ്ങി പുറത്ത് നോക്കുമ്പോൾ വണ്ടിയൊന്നും തിരിച്ച് കിട്ടിയിട്ടില്ല. നേരെ ഇപ്പോൾ നടക്കുകയാണ്. ഏകദേശം 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. പോകുന്ന വഴിക്ക് ചെറുതായി ചാറ്റൽ മഴയും പൊടിക്കാറ്റും ഒക്കെ അടിക്കാൻ തുടങ്ങി. സമയം ഇപ്പം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. 2 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾ തേജസ് ഗ്ലാഷ്യറിൻ്റെ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല. നമ്മളെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്. അപ്പോൾ അവരൊക്കെ നടന്ന് തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചെത്തിയപ്പോൾ മഴയും തുടങ്ങി. നല്ല മഴ ചാറുന്നുണ്ട്, അതുപോലെ നല്ല കാറ്റ് പിടിക്കുന്നുണ്ട്. അപ്പോൾ നടക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമോ അതും വിചാരിച്ചിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. നല്ല മഴയില്ല, ചെറുതായി മഴ ചാറുന്നുണ്ട്. നല്ല തണുപ്പാണ്. സ്വെറ്ററൊന്നും എനിക്കൊണ്ടൊന്നും എടുത്തിട്ടില്ല. എല്ലാവരും നല്ല വെയിലാണ്ട്. ഇവിടെ അത്ര കാര്യമാക്കാണ്ടിരുന്നതാണ്. പക്ഷേ ഇവിടെ നല്ല തണുപ്പാണ്. ചെറിയ ട്രക്കിങ്ങിനുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5-6 കിലോമീറ്ററോളം നടക്കാനുണ്ട്. എന്തായാലും ഒന്ന് കുറച്ച് ദൂരം പോയി നോക്കട്ടെ, എന്നാലേ സ്നോൻ്റെ അടുത്ത് നമുക്ക് എത്താൻ പറ്റുള്ളൂ. എന്തായാലും ഒന്ന് ചെന്ന് നോക്കട്ടെ എന്താ അവസ്ഥ നോക്കാം. അങ്ങനെ അല്പം നടക്കുമ്പോൾ തന്നെ കാഴ്ചകൾ മാറി വരുന്നുണ്ട്. ഇപ്പോൾ ദൂരെയായി മഞ്ഞുമലകൾ നമുക്കിപ്പോൾ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ദൂരെയായി കുതിരകൾ സഫാരി നടത്തുന്ന ടീമിനെയും പോകുന്നതായിട്ട് കാണാം. ഇപ്പോൾ അല്പം മഴയൊക്കെ മാറി തെളിഞ്ഞു വന്നിട്ടുണ്ട്. എന്നാലും ചെറിയൊരു മൂടലുണ്ട്. അങ്ങനെ ഏകദേശം 4-5 കിലോമീറ്റർ നടന്നാലാണെങ്കിൽ ഇപ്പോൾ തേജസ് ഗ്ലാഷ്യറിലേക്ക് എത്താൻ പറ്റുക. പോകുന്ന വഴിക്ക് ഒരുപാട് കുതിര സഫാരിക്കാരെയും കാണാം. നല്ല തിരക്കുമാണ്. ഞങ്ങളിപ്പോൾ വന്നത് മെയ് മാസത്തിലായതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല പച്ചപ്പാണ് നിറഞ്ഞിരിക്കുന്നത്. മഞ്ഞിൻ്റെ കാഴ്ചകൾ കാണാൻ കുറച്ച് ദൂരെ നടന്നു പോകണം. പക്ഷേ ഏതായാലും ഈ സമയത്ത് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ മഞ്ഞിൻ്റെ കാഴ്ചകളും കാണാം, ഈ ഭംഗിയുള്ള പച്ച നിറഞ്ഞ കാഴ്ചകളും കാണാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ മുഴുവനും മഞ്ഞ് നിറഞ്ഞ ഭാഗങ്ങളായിരിക്കും പൂർണ്ണമായും കാണാൻ പറ്റുക. മാത്രമല്ല ഈ ഭാഗത്തൊന്നും അധികം നടന്നു വരാനും പറ്റില്ല. ഈ കാഴ്ചകളൊന്നും ഇങ്ങോട്ട് വന്ന് കാണാനും പറ്റണമെന്നില്ല. ഇവിടെ ഓരോ സമയത്ത് വരുമ്പോഴും അതിൻ്റേതായ ചെറിയ ചിലവുകളും കൂടുന്നതായിരിക്കും. ഈ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ഹോഴ്സ് റൈഡിങ്ങിനായിട്ട് ചാർജ് കൊടുക്കേണ്ടി വരും. ഏകദേശം 1000-1500 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതല്ല നേരെ മറിച്ച് മഞ്ഞ് കാലത്താണെങ്കിൽ നമുക്ക് വണ്ടിക്കൊക്കെ ചാർജ് കുറച്ച് കൂടുതലായിരിക്കും. അതിൻ്റെ റോഡിൻ്റെ അവസ്ഥയും അതുപോലെ മഞ്ഞിൻ്റെ റിസ്ക്കൊക്കെ പരിഗണിച്ച് അതിനും ചാർജ് കൂടും. ഇപ്പോൾ 1-1.5 മണിക്കൂറായി നടത്തം തുടങ്ങിയിട്ട് ഏകദേശം അതിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ചെറിയ കട കണ്ടു. അവിടെ നിന്ന് മാഗിയും വെള്ളവും വാങ്ങി കഴിച്ചു. മാഗിക്കൊക്കെ നല്ല ചാർജാണ് ഇവർ വാങ്ങുന്നത്. ഏകദേശം 100 രൂപയ്ക്ക് മേലെയാണ് ചാർജ് വരുന്നത്. അതുപോലെ വെള്ളത്തിനും 50 രൂപയോളം ചാർജ് ആവുന്നുണ്ട്. പക്ഷേ ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല. താഴെ നിന്നും ഇവിടെ എത്തിക്കാനുള്ള ചിലവും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു. നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയ തന്നെയായിരുന്നത്. അവിടെ മഞ്ഞുമലയും അതിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ അരുവിയുമൊക്കെ കണ്ട് അവിടെ കുറച്ച് നേരം അവിടെ നിന്നു. ഇവിടെ നമുക്ക് ദൂരെയായി കുതിര സഫാരി നടത്തുന്ന ടീമിനെ കാണാം. ഒരുപാട് പേർ ഈ വഴിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തിരക്കുമാണ്. നമുക്ക് മലനിരയുടെ ഭംഗിയായ
ഇവിടെ തേജോസ് ഗ്ലാഷ്യർ എന്ന് പറയുന്ന സ്ഥലം ഒരു വൈൽഡ് ലൈഫ് ഏരിയ കൂടിയാണ്. ഇവിടെ അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മഞ്ഞിൻ്റെ ഒരു ഭാഗം ഞങ്ങളിവിടെ കണ്ടെത്തിയിരിക്കുകയാണ്. ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. ആ ഭാഗത്തൊക്കെ അല്പം കൂടെ ഉണ്ട്. അങ്ങോട്ട് ഇനി നടക്കുക എന്നുള്ളത് സമയം കുറവാണ്. അതുകൊണ്ട് ഇനി നടന്നാൽ രാത്രിയാവും പിന്നെ തിരിച്ചെത്തുമ്പോഴേക്കും. ഞാൻ ഇവിടെ നോക്കട്ടെ. ഇതാണ് ഇവിടുത്തെ കാഴ്ച. നമ്മൾ മഞ്ഞിലേക്ക് കാറെടുത്ത് വെക്കുകയാണ്. ദൂരെ നിന്ന് കാണുന്ന പോലെയല്ല, ഇവിടെ അടുത്തെത്തുമ്പോൾ മഞ്ഞ് കളർ മാറ്റമുണ്ട്. താഴോട്ടൊക്കെ കുറച്ച് ചളി കളറാണുള്ളത്. എന്നാലും ഇവിടെ കുറച്ച് അധികമുണ്ട്. കത്തിക്കാൻ നല്ല തിരക്കാണ് അവിടെ. കുതിര സവാരിക്കാർ ഒരുപാടുണ്ട് അവരെ. കാല് മരവിച്ചു പോയി, വെള്ളത്തിൽ കാല് വെച്ചിട്ട്. അടുത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ സ്റ്റോൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോൻ്റെ അടുത്തെത്തുന്നൊരു കൂരെയുള്ള വൈറ്റ് മാറി മാറി അല്പം ബ്രൗൺ കളറായിട്ടാണ് മാറുന്നത്. എന്നാലും ദൂരേക്കുള്ള മഞ്ഞ് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചയും അതുപോലെ നല്ലൊരു അനുഭവമാണ്. അടിപൊളി. ഇവിടെ മൊത്തം ആൾക്കാരാണ്. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇനി ഫോട്ടോ സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ മേലോട്ട് പോകേണ്ടി വരും. അതിന് കഴിയും തോന്നുന്നില്ല. ഈ മഞ്ഞിട്ട് നടന്നിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ചെരുപ്പ് ഇട്ടിട്ട് നിൽക്കുന്നതിൻ്റെ മുകളിൽ തന്നെ പോയതിൻ്റെ ചെറിയ വെള്ളക്കട കാണും താഴെ. അതിനെ വെള്ളം ഇടുന്നില്ല താഴോട്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ നടക്കുന്നത്. ഇതാണ് അവസ്ഥ. ചെരുപ്പിട്ടിട്ടുള്ളത്. ഇതാണ് മഞ്ഞിൻ്റെ അവസ്ഥ. വൈറ്റ് കളർ ദൂരെ കാണുമ്പോൾ വൈറ്റ് കളറ് അടുത്തടുത്ത് വരുമ്പോൾ കാണൂല. അധികവും ഈ ആൾക്കാർ ചവിട്ടി നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല കളർ മാറ്റമുണ്ട്. ആമിന കൈസ് എടുക്കുന്നത്. ആമിന കൈസ് ഇവിടെ തിരക്കുണ്ടെന്നൊന്നും പറയണ്ട, ഭയങ്കര തിരക്കാണ്. ഓക്കെ, നേരത്തെ നല്ല മഴയുണ്ടായിരുന്നു, ഇപ്പം നല്ല വെയിലായി, നല്ല കാലാവസ്ഥയാണ്. പെട്ടെന്ന് തന്നെ തിരിച്ച് നടക്കാൻ പോകണം. ഏകദേശം നമ്മളെ വണ്ടിയുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. നടത്തുമ്പോഴേക്കും സമയം കുറച്ച് കഴിയും. അങ്ങനെ ഏകദേശം അവിടുത്തെ 1 മണിക്കൂറോളം അവിടെ ചിലവഴിച്ചു. അവിടെ നിന്നും തിരിച്ചിറങ്ങിയാണ് ഞങ്ങൾ കൂടെയുള്ളവരെ കണ്ടത്. ഏകദേശം തിരിച്ചു ഇറങ്ങുമ്പോഴാണ് കണ്ടിട്ടുള്ളത് അവിടെ. അപ്പോൾ ആ തിരക്കിലൊന്നും അവരെ നേരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും തിരിച്ചിറങ്ങുകയാണ്. കാരണം അധിക സമയം ഞങ്ങൾക്ക് അവിടെ നിൽക്കാനും പറ്റിയിട്ടില്ല. ഏകദേശം 1.5 മണിക്കൂർ മാത്രമേ അവിടെ നിൽക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇവിടെയൊക്കെ വരുമ്പോൾ ഏകദേശം 1-2 ദിവസത്തെ പാക്കേജ് തന്നെ വേണ്ടി വരും. സോൻമാർഗിലൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ നിന്ന് സാവധാനം കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് വേണം ഇവിടെയൊക്കെ ചിലവഴിക്കാൻ. പക്ഷേ ഞങ്ങളെ യാത്ര അങ്ങനത്തെ പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ അതൊന്നും അധികമായിട്ട് സമയം നമുക്ക് കുറവാണ്. അപ്പോൾ ഏതായാലും ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു കണ്ടതൊക്കെ. ചെറുതായിട്ടാണെങ്കിലും മഞ്ഞിൻ്റെ ഭംഗി ആസ്വദിക്കാനും അതുപോലെ അനുഭവിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ്. ഏകദേശം 4-5 കിലോമീറ്റർ തിരിച്ച് നടക്കാനുണ്ട്. സമയം ഇപ്പോൾ 6 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 5 മണിക്ക് വണ്ടിയുടെ അടുത്ത് എത്താനാണ് പറഞ്ഞിട്ടുള്ളത്.
പക്ഷേ അതൊന്നും അത്ര പെട്ടെന്ന് തിരിച്ച് വരാൻ നമുക്ക് അവിടുന്ന് തോന്നുമില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ഇരുട്ടാകുമ്പോഴും ഏകദേശം 8 മണിയൊക്കെ ആകും. അതുകൊണ്ടാണ് ഇപ്പോൾ 7 മണിയായിട്ടും അധികം നല്ല വെളിച്ചമൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നത് തന്നെ. ഈ ഭാഗമൊക്കെ വരുന്നത് തേജവാസ് ഗ്ലേഷ്യർ എന്ന വൈൽഡ് ലൈഫ് ഏരിയ ആണിത്. അതിൻ്റെ ഗേറ്റാണിത്. ഞങ്ങളതും കടന്നിട്ടാണ് ഉള്ളോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഭംഗിയുള്ള കാഴ്ചകളും കണ്ട് കാശ്മീർ എന്ന സ്വർഗത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്നും ഞങ്ങൾ പടിയിറങ്ങുകയാണ്. അപ്പോൾ വീണ്ടും കാശ്മീരിൻ്റെ ഭംഗിയുള്ള വീഡിയോകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഹാപ്പി ഡ്രീംസ്.